പശ്ചിമേഷ്യ വീണ്ടും അതീവ സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണെന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ്സ് കോർപ്സ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇറാനിലെ കേഷം ദ്വീപിൽ അമേരിക്കൻ വ്യോമാക്രമണത്തിൽ ഒരു കുടുംബത്തിലെ 3 പേർ കൊല്ലപ്പെട്ടെന്ന ആരോപണത്തിന് പ്രതികാരമായാണ് ജോർദാനിലെ അസ്രാക്കിലുള്ള അമേരിക്കൻ നിയന്ത്രണത്തിലുള്ള മുവാഫാഖ് സാൾട്ടി വ്യോമത്താവളം ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമിച്ചതെന്ന് IRGC അവകാശപ്പെട്ടു. ഈ ആക്രമണത്തിൽ 3 അമേരിക്കൻ F-35 യുദ്ധവിമാനങ്ങൾ പൂർണ്ണമായും നശിച്ചെന്നും മറ്റു 3 വിമാനങ്ങൾക്ക് ഗുരുതരമായ കേടുപാടുകൾ സംഭവിച്ചെന്നും സംഘടനയുടെ പ്രസ്താവനയിൽ പറയുന്നു. എന്നാൽ ഈ അവകാശവാദങ്ങൾ സ്വതന്ത്രമായി സ്ഥിരീകരിക്കപ്പെട്ടതായി റിപ്പോർട്ടുകളില്ല. ജൂലൈ 30 പുറത്തിറക്കിയ പ്രസ്താവനയിൽ IRGCയുടെ പബ്ലിക് റിലേഷൻസ് ഓഫീസ് ആദ്യം അഭിസംബോധന ചെയ്തത് ജോർദാനിലെ ജനങ്ങളെയായിരുന്നു. ജോർദാനിലെ മാന്യരും വിവേകികളുമായ ജനങ്ങൾ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അമേരിക്കയുടെ സൈനിക സാന്നിധ്യത്തിനെതിരെ നിലപാട് സ്വീകരിച്ചുവെന്ന് പറയപ്പെടുന്ന ചില വിഭാഗങ്ങൾക്കും വ്യക്തികൾക്കും അവർ നന്ദി രേഖപ്പെടുത്തി. അമേരിക്കയ്ക്കെതിരായ രാഷ്ട്രീയ സമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ ജോർദാനിലെ ജനങ്ങളുടെ നിലപാട് സഹായിച്ചുവെന്നാണ് IRGCയുടെ വിലയിരുത്തൽ. ഈ പരാമർശം സൈനിക നടപടിക്കൊപ്പം രാഷ്ട്രീയ സന്ദേശവും നൽകാൻ ശ്രമിക്കുന്നതായാണ് വിലയിരുത്തപ്പെടുന്നത്. IRGCയുടെ വിവരണ പ്രകാരം ഇറാനെ നേരിട്ടുള്ള യുദ്ധത്തിൽ നേരിടാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് അമേരിക്ക ജോർദാനിലെ താവളങ്ങളെ ഉപയോഗിച്ച് ആക്രമണം നടത്തിയതെന്ന് ആരോപിക്കുന്നു. പുലർച്ചയ്ക്ക് മുൻപ് നടന്നതായി പറയുന്ന ഈ വ്യോമാക്രമണത്തിൽ കേഷ്യം ദ്വീപിലെ ഒരു പ്രദേശത്തുള്ള 2 വീടുകളാണ് ലക്ഷ്യമാക്കിയതെന്നാണ് പ്രസ്താവന. കനത്ത ബോംബുകൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ ഒരു കുടുംബം തകർന്നു വീണുവെന്നും കുട്ടികളിൽ ഒരാൾ കൊല്ലപ്പെട്ടുവെന്നും അവശേഷിച്ച 2 കുട്ടികൾക്ക് ഗുരുതരമായി പരിക്കേറ്റുവെന്നും IRGC അവകാശപ്പെട്ടു. രക്ഷപ്പെട്ട കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടെന്നും ചികിത്സ തുടരുകയാണെന്നും പ്രസ്താവനയിൽ പറയുന്നു. ഈ സംഭവത്തെ നിരപരാധികളായ സാധാരണ ജനങ്ങൾക്കെതിരായ കുറ്റകൃത്യമെന്നാണ് IRGC വിശേഷിപ്പിച്ചത്. ഇതിന് മറുപടിയായും ജോർദാനിലെ ഭൂമിയിൽ നിന്ന് അമേരിക്കൻ സൈനിക സാന്നിധ്യം അവസാനിപ്പിക്കാൻ സഹായിക്കുന്ന നടപടിയായും മിസൈൽ ആക്രമണം നടത്തിയെന്നാണ് അവരുടെ വിശദീകരണം. ഇതിന്റെ ഭാഗമായി അൽ അസ്രാഖ് എയർബേസിൽ പാർക്ക് ചെയ്തിരുന്ന അമേരിക്കൻ F-35 യുദ്ധവിമാനങ്ങൾ നിലയുറപ്പിച്ചിരുന്ന റാമ്പും അറ്റകുറ്റപ്പണി ഹാങ്കറും ലക്ഷ്യമാക്കി നിരവധി ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതായി സംഘടന അറിയിച്ചു. IRGCയുടെ അവകാശവാദമനുസരിച്ച് ആക്രമണം വളരെ കൃത്യമായിരുന്നുവെന്നും 3 F-35 യുദ്ധവിമാനങ്ങൾ പൂർണ്ണമായും നശിച്ചുവെന്നും മറ്റ് 3 വിമാനങ്ങൾക്ക് ഗുരുതരമായ കേടുപാടുകൾ സംഭവിച്ചുവെന്നും പറയുന്നു. അതോടൊപ്പം നിരവധി അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥരും സാങ്കേതിക വിദഗ്ധരും അറ്റകുറ്റപ്പണി ജീവനക്കാരും കൊല്ലപ്പെട്ടതായും പ്രസ്താവനയിൽ അവകാശപ്പെടുന്നു. എന്നാൽ ഈ നാശനഷ്ടങ്ങളെക്കുറിച്ചോ മരണങ്ങളെക്കുറിച്ചോ അമേരിക്കയുടെ ജോർദാന്റെയോ ഭാഗത്തു നിന്ന് ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചതായി ഈ വിവരണത്തിൽ പറയുന്നില്ല. പ്രസ്താവനയിൽ ശക്തമായ രാഷ്ട്രീയ ഭാഷയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാതിരാത്രിയിൽ ഉറങ്ങിക്കിടന്ന കുടുംബങ്ങളെ ആക്രമിക്കുന്ന കുട്ടികളെ കൊല്ലുന്ന സൈന്യത്തിന് ഈ പ്രദേശത്ത് സ്ഥാനമില്ല എന്ന പരാമർശത്തിലൂടെ അമേരിക്കൻ സൈനിക നടപടികളെ IRGC കടുത്ത ഭാഷയിൽ വിമർശിച്ചു. പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ സൈനിക സാന്നിധ്യത്തിനെതിരായ സന്ദേശം ശക്തമായി ആവർത്തിച്ചുകൊണ്ട് അവസാന അമേരിക്കൻ സൈനികരും ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് പിന്മാറുന്നതുവരെ പോരാട്ടം തുടരുമെന്നും സംഘടന പ്രഖ്യാപിച്ചു. ഈ സംഭവ പരമ്പരയുടെ പശ്ചാത്തലമായി പ്രസ്താവന മറ്റൊരു വിഷയം ഉയർത്തിക്കാട്ടുന്നു. പാകിസ്ഥാൻ ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ അമേരിക്ക ലംഘിച്ചുവെന്നാണ് IRGCയുടെ ആരോപണം. അതിനുശേഷം ജൂലൈ ആദ്യം മുതൽ തെക്കൻ ഇറാനിലെ വിവിധ പ്രവിശ്യകൾ ലക്ഷ്യമാക്കി അമേരിക്ക തുടർച്ചയായ ആക്രമണം നടത്തിയെന്നാണ് അവരുടെ വാദം. ഈ സാഹചര്യമാണ് ഇപ്പോഴത്തെ തിരിച്ചടിക്ക് കാരണമായതെന്നാണ് സംഘടന വിശദീകരിക്കുന്നത്. എന്നിരുന്നാലും ഈ ആരോപണങ്ങൾക്കും സ്വതന്ത്ര സ്ഥിരീകരണം ആവശ്യമാണെന്നത് ശ്രദ്ധേയമാണ്. പ്രതികാര നടപടികളുടെ ഭാഗമായി ഓപ്പറേഷൻ നാസർ 2, ഓപ്പറേഷൻ സഅക്കെ എന്നീ പേരുകളിൽ മേഖലയിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്കെതിരെ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തിയതായി IRGC അറിയിച്ചു. ഈ നടപടികളിൽ ഒരൊറ്റ പ്രതികാര ആക്രമണമല്ലെന്നും ദീർഘകാല സൈനിക സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമാണെന്നുമാണ് സംഘടനയുടെ നിലപാട്. ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ പ്രദേശത്തെ സുരക്ഷാ സാഹചര്യത്തെക്കുറിച്ചുള്ള ആശങ്കകൾ കൂടുതൽ ശക്തമാക്കുന്നവയാണ്. പശ്ചിമേഷ്യയിൽ ഇതിനകം നിലനിൽക്കുന്ന സുരക്ഷാ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകാനുള്ള സാധ്യതകളാണ് ഇത്തരം പ്രസ്താവനകൾ ഉയർത്തിക്കാട്ടുന്നത്. ഇറാൻ, അമേരിക്ക, ജോർദാൻ എന്നിവയെ ചുറ്റിപ്പറ്റിയുള്ള സൈനികവും നയതന്ത്രപരവുമായ നീക്കങ്ങൾ മേഖലയിലെ സ്ഥിരതയെ നേരിട്ട് ബാധിക്കുന്നവയാണ്. ഒരു വശത്ത് പ്രതികാര നടപടികൾ പ്രഖ്യാപിക്കുമ്പോൾ മറുവശത്ത് അന്താരാഷ്ട്ര സമൂഹം സംഘർഷം വ്യാപിക്കാതിരിക്കാൻ നയതന്ത്ര ഇടപെടലുകൾ ശക്തമാക്കേണ്ട സാഹചര്യമാണുള്ളത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.